ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സ്യൂയിങ് മെഷീനിൽ യൂസ് ചെയ്യുന്ന വെറൈറ്റി ഫൂട്ടുകൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. സ്റ്റിച്ചിങ് എളുപ്പമാക്കാൻ യൂസ് ചെയ്യുന്ന കുറേ അധികം ഫൂട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്തിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഈ ഒരു കിറ്റിൻ്റെ പേര് മൾട്ടി ഫങ്ഷണൽ കിറ്റ് എന്നാണ് കേട്ടോ. ഇതിൽ 42 ഫൂട്ടുകളാണ് ഈ ഒരു സെറ്റായിട്ട് ഇതിൻ്റെ കൂടെ വരുന്നത്. ഈ ഒരു കിറ്റ് ഓൺലൈനിലും അവൈലബിൾ ആണ് കേട്ടോ. 999 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് നാളായിട്ടോ, 4 വർഷത്തോളമായി ഞാനിത് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് ഓരോന്നാക്കിയിട്ട് വാങ്ങുകയാണെങ്കിൽ ഒന്നിന് 120 രൂപ, 140 രൂപ ഇങ്ങനെയൊക്കെ റേറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കിറ്റായിട്ട് വാങ്ങിക്കുമ്പോൾ എന്തുകൊണ്ടും നമുക്ക് വെർത്താണ് കേട്ടോ. അപ്പോൾ ഇതിൽ മുഴുവനായിട്ടും ഞാൻ യൂസ് ചെയ്യുന്നില്ല, എന്നാലും ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതും എനിക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമായിട്ടുള്ള കുറച്ച് ഫൂട്ടുകളുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് പേർക്കുള്ള സംശയമാണ് ഈ ഒരു ഫൂട്ടുകൾ നമുക്ക് നോർമൽ മെഷീനിൽ യൂസ് ചെയ്യാൻ പറ്റുമോ, പവർ മെഷീനിൽ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. പറ്റില്ല കേട്ടോ. ഇത് നമുക്ക് മോഡൽ സ്റ്റിച്ചസ് ഒക്കെ ചെയ്യുന്ന ഇതുപോലുള്ള ടേബിൾ ടോപ്പ് മെഷീൻസിലാണ് ഇത് യൂസ് ചെയ്യാൻ ഒന്നും കൂടി ഈസി ആവുന്നത്. സിംഗർ, ഉഷ ജനോമി, അതുപോലെ തന്നെ ബ്രദർ, ഇങ്ങനത്തെ മെഷീൻസുകളിലൊക്കെ നമുക്ക് ഈ ഒരു ഫൂട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു മെഷീൻ യൂസ് ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവും, ഇത് നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ 4-5 സെറ്റായിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന് ഓരോന്നും പേരോട് കൂടി ഇത് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നോക്കാം കേട്ടോ. ആദ്യം നമുക്ക് നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ഒരു ഫൂട്ടാണ് കേട്ടോ. നമ്മൾ മെഷീൻ വാങ്ങിക്കുന്ന സമയത്ത് ഈ ഒരു ഫൂട്ടായിരുന്നു അതിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പേര് വന്നിട്ടുള്ളത് യൂണിവേഴ്സൽ പ്രസ്സർ ഫൂട്ട് എന്നാണ്. ഇത് നമുക്ക് സ്ട്രൈറ്റ് സ്റ്റിച്ചായിട്ടും അതുപോലെ തന്നെ സിഗ്സാഗ് സ്റ്റിച്ചായിട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, കുറച്ചധികം വീതിയിൽ വരുന്നത് കൊണ്ട് തന്നെ സിഗ്സാഗ് സ്റ്റിച്ച് ചെയ്തെടുക്കാനും ഈസിയാണ്. അതുപോലെ തന്നെ നോർമലായിട്ട് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിനും ഇത് യൂസ് ചെയ്യും. സിഗ്സാഗ് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഓവർലോക്കൊക്കെ ചെയ്യാൻ സൈഡിലൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ഒന്നാണ്. അടുത്തതായിട്ട് ഓപ്പൺ ടോയ് ഫൂട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല വീതിയിൽ അവിടെ അങ്ങോട്ട് തുറന്ന് നിൽക്കുന്ന പോലെയാണ് വന്നിട്ടുള്ളത്. ഇതും നമുക്ക് സിഗ്സാഗ് സ്റ്റിച്ചൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഈസിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ കുറച്ചൊരു വീതി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ ഇലാസ്റ്റിക്കൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് സിബ്ബർ ഫൂട്ടാണ് കേട്ടോ. ഇതിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫൂട്ടാണ്. അപ്പം ഇത് നമുക്ക് സിബ്ബ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ മാത്രമല്ല, ഇതിൻ്റെ 2 സൈഡിലും കണ്ടോ ഇതുപോലൊരു ഹോള് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് 2 സൈഡിലൊക്കെ ആക്കിയിട്ടും 2 in 1 ആയിട്ട് മൾട്ടി ഫങ്ഷണലൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ തന്നെ പൈപ്പിംഗ് ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയ ഫൂട്ടാണ്. സിബ്ബർ ഫൂട്ട് തന്നെ ഇപ്പോൾ പല വിധം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൽ തന്നെ 4 വിധം സിബ്ബർ ഫൂട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇതും നമുക്ക് സിബ്ബ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫൂട്ടാണ് കേട്ടോ. ഇൻവിസിബിൾ സിബ്ബർ ഫൂട്ട് എന്നാണ് ഇതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഇതിന് ചെറിയൊരു ഹോള് മാത്രമാണ് വരുന്നത്. നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇതിൻ്റെ താഴെ ഭാഗത്ത് അത്യാവശ്യം നല്ലൊരു ഗ്യാപ്പ് അവിടെ ഇങ്ങനെ ഹോളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ സിബ്ബിൻ്റെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് ആക്കിയിട്ട് വെച്ചിട്ട് നീങ്ങി പോവാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന ഇതും നമുക്ക് സിബ്ബ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫൂട്ടാണ്. അങ്ങനെ നമുക്ക് പലവിധം സിബ്ബർ ഫൂട്ട് അവൈലബിൾ ആണ് കേട്ടോ. അടുത്തത് ഞാൻ എടുക്കുന്നത് സിബ്ബർ ഫൂട്ട് തന്നെയാണ് കേട്ടോ. ഇത് നമുക്ക് നേരിട്ട് അതിലേക്ക് അങ്ങ് ഹുക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റില്ല, നമുക്ക് സ്ക്രൂ കഴിച്ചിട്ട് അതിലേക്ക് കുടുക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തും ഇതുപോലെ 2 സൈഡിലും ചെറിയ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. നമ്മുടെ സൂചി അതിലൂടെ പോകാനുള്ള ആ ഒരു ഗ്യാപ്പാണ് നമുക്ക് സിബ്ബൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ പൈപ്പിങ്ങും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല, അപ്പോൾ നിങ്ങൾക്ക് ഇതിലുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു എന്ന് മാത്രം. അടുത്തതായിട്ട് എടുക്കുന്നത് നാരോ എഡ്ജ് പ്രസ്സർ ഫൂട്ടാണ്. ഇതെൻ്റെ ഫേവറേറ്റ് ഫൂട്ടാണ് കേട്ടോ. ഇത് നമ്മൾ ഈ ഒരു അംബ്രല്ല കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ എഡ്ജൊക്കെ മടക്കി തേക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായ കാര്യമാണ് അല്ലേ. സ്കേർട്ടാണെങ്കിലും ടോപ്പാണെങ്കിലും ഒക്കെ ഈ അംബ്രല്ല കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എഡ്ജ് മടക്കി തേക്കുമ്പോൾ പിരിഞ്ഞ് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കർവ് ഏരിയ ഉണ്ട്, ഇതിൻ്റെ എഡ്ജ് ഭാഗം ഉണ്ടല്ലോ, അതൊരു കർവ് ഏരിയ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ കർവ് ഏരിയയിലേക്ക് നമ്മൾ ക്ലോത്ത് ഇങ്ങനെ പിരിച്ച് വെച്ച് കൊടുത്താൽ പിന്നെ ഒന്നും നോക്കണ്ട, നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടോ സിഗ്സാഗ് ആയിട്ടോ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എഡ്ജ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് പല സൈസുകളിലും അവൈലബിൾ ആണ്.
3mm, 4mm, 6mm ഇങ്ങനെയൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ ടോട്ടൽ 4 സൈസിലാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ ഫാബ്രിക്കിൻ്റെ തിക്നെസ് അനുസരിച്ച് നമുക്ക് മാറ്റിയെടുക്കാം കേട്ടോ. സ്പേസ് സിൽക്ക്, ഓർഗൻസ പോലുള്ള മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നല്ല നൈസായിട്ടുള്ള ഫാബ്രിക്കാണ്. ഇതിനൊക്കെ നമുക്ക് 3mm ഒക്കെ മതിയാവും. അതുപോലെ തന്നെ കുറച്ച് കട്ടിയുള്ള ഫാബ്രിക് ആണെങ്കിൽ നമുക്ക് 6mm ഒക്കെ എടുക്കാം കേട്ടോ. ഡെനിം, ജീൻസൊക്കെ ഉണ്ടല്ലോ, അതുപോലുള്ള ഫാബ്രിക്കിനൊക്കെ നമുക്ക് അങ്ങനെ എടുക്കാം. അടുത്തതായിട്ട് ബട്ടൺ പ്രസ്സിങ് ഫൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതൊരുവിധം ആൾക്കാർക്കൊക്കെ അറിയുന്നുണ്ടാവില്ലേ, നമ്മുടെ ബട്ടൺ നമുക്ക് മെഷീനിൽ വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ ഒരു ഹോളിലൂടെ നമുക്ക് സിഗ്സാഗിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിന് പറ്റുന്ന ഫൂട്ടാണ്. അതുപോലെ തന്നെ ബട്ടൺ ഹോൾ മേക്ക് ചെയ്യാനുള്ള ഫൂട്ടും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ബട്ടൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടാണ് നമ്മൾ ആ ഒരു ബട്ടൺ ഹോള് മേക്ക് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ ട്യൂട്ടോറിയൽ വീഡിയോസ് ഞാൻ ലോങ് വീഡിയോസ് ആയിട്ട് തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് ഷിറിങ് ഫൂട്ടാണ് കേട്ടോ. ഇതും എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫൂട്ടാണ്. ഇത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് കോട്ടൻ്റെ ഫാബ്രിക്കൊക്കെ ഉണ്ടല്ലോ, ഇത് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ബാക്കിലേക്ക് ഒരു ഞൊറിവ് ഇട്ട് കൊടുക്കുന്നത് പോലെയാണ് വരിക. അതുപോലെ തന്നെ നമുക്ക് 2 ഫാബ്രിക്ക് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. താഴെ വരുന്നത് നമുക്ക് ഞൊറിവിട്ടിട്ടും മുകളിലത്തത് ഞൊറിവില്ലാതെ നേരായിട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫൂട്ടാണ്. ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ഈ ഒരു വീഡിയോ ലോങ് ആയിട്ട് പോകും. അപ്പോൾ ഞാനിതിങ്ങനെ പറഞ്ഞിട്ട് പോവുകയാണ്. അടുത്തതും ഒരു സിഗ്സാഗ് ഫൂട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് എടുത്തല്ലോ ഒരു ഫൂട്ട്, അതിൻ്റെ തന്നെ ഒരു പ്ലാസ്റ്റിക്കിൽ വരുന്ന ഫൂട്ടാണ്. നമുക്ക് സ്ട്രൈറ്റ് ആയിട്ടും സിഗ്സാഗൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അടുത്തതായിട്ട് റൗണ്ട് ബീഡ് ഫൂട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഈ ഒരു ഫൂട്ട് നമുക്ക് ബീഡ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫൂട്ടാണ് കേട്ടോ. ചെയിനായിട്ട് വരുന്ന ബീഡ്സ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗത്ത് ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്. ആ ഗ്യാപ്പിലേക്കാണ് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ സിഗ്സാഗ് സ്റ്റിച്ചിലൂടെയാണ് കേട്ടോ ഈ ബീഡ്സിനെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. സ്ട്രൈറ്റായിട്ട് നമുക്ക് എന്തായാലും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റില്ല. സിഗ്സാഗ് ആയിട്ട് ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ബീഡ്സ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവാതെ കറക്റ്റായിട്ട് ആ ഒരു ഗ്യാപ്പിൽ അവിടെ നിന്നോളൂ കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ബീഡ്സൊക്കെ നമുക്ക് ബോർഡറിലും അതേപോലെ ഡിസൈനൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഫൂട്ടാണ് ബീഡ്സ് പ്രസ്സർ ഫൂട്ട്. അടുത്തതായിട്ട് ഇനി പ്ലാസ്റ്റിക് ഇൻവിസിബിൾ സിബ്ബർ ഫൂട്ടാണ് കേട്ടോ. ഇതും ഒരു സിബ്ബർ ഫൂട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് എടുത്തതിൻ്റെ ആ സെയിം മെത്തേഡിൽ വരുന്ന ഒരു സിബ്ബർ ഫൂട്ടാണ് കേട്ടോ. ഇതാ ഈ ഒരു സിബ്ബർ ഫൂട്ടിൻ്റെ പ്ലാസ്റ്റിക്കും അതുപോലെ സ്റ്റീലും രണ്ടും കൂടെ വരുന്നുണ്ട്. അടുത്തതായിട്ട് എടുക്കുന്നത് കോഡിങ് ഫൂട്ടാണ് കേട്ടോ. ഇത് നമ്മൾ എംബ്രോയ്ഡറി ഡിസൈനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫൂട്ടാണ്. ഇത് ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടത് എന്ന് ഞാനിതിൻ്റെ ഇവിടെ സൈഡിൽ എവിടെയെങ്കിലും കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പൊക്കെ വരുന്നുണ്ട്. ആ ഗ്യാപ്പിലേക്ക് നമ്മൾ ത്രെഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ സിഗ്സാഗ് സ്റ്റിച്ചിലൂടെ അതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ. അടുത്തത് ഡബിൾ വെൽറ്റിംഗ് ഫൂട്ട് എന്നാണ് കേട്ടോ പേര് വന്നിട്ടുള്ളത്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ വിചാരിക്കും, പക്ഷേ ഒന്നുമില്ല. ഇത് നമുക്ക് പൈപ്പിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. നമുക്ക് ഒരുമിച്ച് 2 പൈപ്പിങ്ങൊക്കെ അങ്ങനെയൊക്കെ കൊടുക്കാം കേട്ടോ. ഈ ഒരു ഫൂട്ട് ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ സിബ്ബർ ഫൂട്ടൊക്കെ യൂസ് ചെയ്തിട്ടാണ് പൈപ്പിംഗ് ഒക്കെ കൊടുക്കാറ് കേട്ടോ. അപ്പോൾ ഇതിൽ രണ്ടിലും താഴെ ഭാഗത്ത് നല്ല 2 ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ആ ഗ്യാപ്പിലൂടെ നമുക്ക് ആ പൈപ്പിങ്ങൊക്കെ കറക്റ്റാക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അടുത്തതായിട്ട് എടുക്കുന്നത് ഫ്രിഞ്ച് ഫൂട്ടാണ്. ഇത് നമ്മൾ എംബ്രോയ്ഡറി ഡിസൈനൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫൂട്ടാണ് കേട്ടോ. ഇത് നമുക്ക് സിഗ്സാഗ് സ്റ്റിച്ചിലൂടെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ആ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു പാർട്ടീഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നമ്മൾ സിഗ്സാഗ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ത്രെഡിനെ പൊക്കി വെച്ചിട്ട് ആ ഒരു ഡിസൈൻ വരുന്ന ഒരു ഫൂട്ടാണ് കേട്ടോ. ഇതും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെയൊക്കെ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് എംബ്രോയ്ഡറി വർക്ക് ചെയ്താൻ പറ്റുന്ന ഓരോ ഫൂട്ടുകളാണ്. ഓരോ ഡിസൈനും നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അടുത്തതായിട്ട് എടുക്കുന്നത് ഓവർകാസ്റ്റ് ഫൂട്ടാണ്. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫൂട്ടാണ് കേട്ടോ. നമ്മൾ കുർത്തി അതുപോലെ ഫ്രോക്കൊക്കെ തയ്ച്ചതിന് ശേഷം അതിൻ്റെ തയ്യൽ തുമ്പ് ഇങ്ങനെ തുന്നി വലിഞ്ഞ് പോകുമ്പോൾ നമ്മൾ ഓവർലോക്ക് ചെയ്തെടുക്കൂലേ, അപ്പോൾ അതിന് യൂസ് ചെയ്യുന്നൊരു ഫൂട്ടാണ്. ഇതിൻ്റെ സൈഡിലായിട്ടൊരു എഡ്ജ് പോലെ ഒരു സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നീങ്ങിപ്പോവാതെ കറക്റ്റായിട്ട് അതിൻ്റെ എഡ്ജ് ഭാഗം സിഗ്സാഗ് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഓവർലോക്ക് ചെയ്തെടുക്കാൻ പറ്റും.
അടുത്തതും എഡ്ജ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ഒരു ഫൂട്ടാണ് കേട്ടോ. പേര് വന്നിട്ടുള്ളത് ക്വിൽറ്റ് പേഴ്സിങ് ഗൈഡ് ഫൂട്ട് എന്നാണ്. ഇത് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ, നേരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലും ഒരു സാധനം ഇങ്ങനെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ എഡ്ജ് നീങ്ങി പോവാതെ സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഞാൻ എടുക്കുന്നത് ഇതും ഒരു സ്ട്രൈറ്റ് സ്റ്റിച്ച് ഫൂട്ടാണ് കേട്ടോ. ഇത് നമ്മൾ നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനേ പറ്റുള്ളൂ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് റോളർ ഫൂട്ടാണ്. ഇപ്പോൾ റോളർ ഫൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൽ തന്നെ ഉണ്ടല്ലേ, ഈ ഒരു ഭാഗത്ത് ഒരു വീല് പോലെ ഉണ്ട്. അത് നമുക്കിങ്ങനെ റോൾ ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുക. നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടല്ലോ, നമ്മുടെ ഡെനിം അതുപോലെ തന്നെ ലെതറിൻ്റെ ഒക്കെ നല്ല തിക്കായിട്ടുള്ള ഫാബ്രിക്കുകളൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റോളർ ഫൂട്ട് യൂസ് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ താഴെ കാണുന്ന ആ ഒരു വീലിങ്ങനെ റോൾ ചെയ്തിട്ടാണ് ആ ഒരു ഫാബ്രിക്കിനെ കൊണ്ടുപോവുക. അപ്പോൾ സ്മൂത്തായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ ഞാൻ ഈ ഒരു താഴെ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ അത് റോൾ ചെയ്തിട്ടാണ് ഈ ഒരു ഫൂട്ട് പോകുന്നത്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഹോൾ കോഡിങ് ഫൂട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു കോഡിങ് ഫൂട്ട് കാണിച്ചിരുന്നല്ലോ, അതിൽ നിന്നും കുറച്ച് ഡിഫറൻസ് ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിൽ കുറേ ഹോൾസുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിൻ്റെ മുൻപിലായിട്ട് ഇതുപോലെ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ ഈ ഒരു ഏരിയയിലായിട്ട് കുറച്ച് ഹോളുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഹോൾസിലൂടെ നമ്മൾ ത്രെഡുകൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ സിഗ്സാഗ് സ്റ്റിച്ചിലൂടെ ആ ത്രെഡിനെ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഈ ഒരു ഫൂട്ട് വെച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് 2 ഫൂട്ട് സെയിം ഇതിൽ 2 ഫൂട്ട് വരുന്നുണ്ട്. ഒന്നിൽ 5 ഹോളും ഒന്നിൽ 7 ഹോളും, അങ്ങനെ 2 ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ നമുക്ക് തിക്നെസ് കൂട്ടിയിട്ട് ചെയ്തെടുക്കേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു ഫൂട്ട് മാറ്റി കൊടുക്കാം. നെക്സ്റ്റ് വരുന്നതും സ്യൂയിങ് ബീഡ്സ് പ്രഷർ ഫൂട്ടാണ്. ഈ ഒരു താഴെ ഭാഗത്ത് ഗ്യാപ്പ് വരുന്നത് കൊണ്ട് തന്നെ ബീഡ്സ് ആ ഒരു ഏരിയയിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് സിഗ്സാഗ് സ്റ്റിച്ച് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് വീതി കുറഞ്ഞ ലേസ്, ഇലാസ്റ്റിക് ഇതൊക്കെ നമുക്ക് ഈ ഒരു ഫൂട്ട് യൂസ് ചെയ്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അടുത്തത് വന്നിട്ടുള്ളതും ലേസ് പ്രഷർ ഫൂട്ടാണ്. അപ്പോൾ ഇതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമുക്ക് ലേസൊക്കെ ആഡ് ചെയ്തെടുക്കാനുള്ള ചെറിയ ഗ്യാപ്പ് ഇതിൻ്റെ മുന്നിൽ ഈ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല, ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഹോള് വന്നിട്ടുണ്ട്. ആ ഹോളിലൂടെ നമ്മൾ ലേസ് കടത്തിയെടുത്തിട്ടാണ് നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലത്തേക്ക് വെച്ച് കൊടുക്കേണ്ടത്. അങ്ങനെ ആകുമ്പം നമുക്ക് പിന്നെ അത് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് ഇലാസ്റ്റിക്കും വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഒരു ഫൂട്ടാണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഓപ്പൺ ടോയ് എംബ്രോയ്ഡറി ഫൂട്ടാണ്. ഇത് നമുക്ക് എംബ്രോയ്ഡറി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫൂട്ടാണ് കേട്ടോ. അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, കുറച്ച് വൈഡായിട്ട് ഓപ്പൺ ആയിട്ട് വരുന്ന പോലെയാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് 2 സൈസിലും അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ എംബ്രോയ്ഡറി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫൂട്ടാണ്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് സാറ്റിൻ സ്റ്റിച്ച് ഫൂട്ടാണ്. ഇത് നമുക്ക് എഡ്ജൊക്കെ നമുക്ക് നല്ല തിക്കായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു ഫൂട്ട് ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഫൂട്ട് ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ ഓരോന്നിൻ്റെയും ട്യൂട്ടോറിയലായിട്ട് ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് വന്നിട്ടുള്ളത് സ്റ്റിച്ച് ഗൈഡ് ഫൂട്ടാണ്. ഇത് അത്യാവശ്യം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൊരു ഫൂട്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫൂട്ടാണ്. ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിതിൽ ഈ ഒരു സൈഡിലായിട്ട് തള്ളി നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് കുറേ ലൈനുകൾ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ലൈനുകളിൽ ഓരോ ലൈനിലും നമുക്ക് എത്ര ഗ്യാപ്പാണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഓരോ സ്റ്റിച്ചിനും എത്ര ഗ്യാപ്പ് വേണമെന്ന് നോക്കാനും അതുപോലെ തന്നെ നമ്മൾ ലൈനായിട്ട് കുറേ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ലൈൻ സ്റ്റിച്ചൊക്കെ ഇടൂലേ, സിഗ്സാഗ് ആണെങ്കിലും ലൈനൊക്കെ ആണെങ്കിലും ആ ഒരു ഗ്യാപ്പ് എത്രത്തോളം നമുക്ക് വേണമെന്ന് ഈ ഒരു സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരിൽ പറഞ്ഞ പോലെ തന്നെ സ്റ്റിച്ച് ഗൈഡ് ചെയ്യാനുള്ള ഒരു ഫൂട്ടാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ എംബ്രോയ്ഡറൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ഫൂട്ട് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വന്നിട്ടുള്ള ഫൂട്ടിൻ്റെ പേര് ബ്രൈഡിങ് ഫൂട്ട് എന്നാണ്. ഇത് നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റുന്ന ഒരു ഫൂട്ടാണ് കേട്ടോ. ഈ ഒരു പൈപ്പിംഗ് പോലുള്ള ലേസുകളൊക്കെ നമുക്ക് എംബ്രോയ്ഡറി ഡിസൈനിലൂടെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫൂട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ട രീതി എന്ന് ഞാനിതിൻ്റെ സൈഡിൽ കൊടുക്കാം കേട്ടോ. അത് കാണുമ്പോൾ നിങ്ങൾക്കൊന്നും കൂടി മനസ്സിലായിക്കോളും. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ആപ്ലിക് ഫൂട്ടാണ്. നമ്മൾ ഈ ആപ്ലിക് വർക്കൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ ക്ലോത്തുമായിട്ട് നമ്മൾ അതിൻ്റെ സൈഡ് ജോയിൻ ചെയ്തെടുക്കൂലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ഫൂട്ടാണ്. ഇത് വെച്ചിട്ട് നമ്മൾ സിഗ്സാഗ് സ്റ്റിച്ചിലൂടെ ഒക്കെ അതിൻ്റെ ആ ഒരു എഡ്ജ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ.
അപ്പോൾ ആപ്ലിക് വർക്ക് ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവും. നെക്സ്റ്റ് വന്നിട്ടുള്ളത് പിൻടക്ക് ഫൂട്ടാണ്. ഇത് തന്നെ 2 സൈസിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഞാൻ ഒരുമിച്ച് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഒന്ന് 7 പിൻടക്കാണ്, ഒന്ന് 9 പിൻടക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് കുറച്ച് വലുതാണ് ആ ഒരു ഗ്യാപ്പ് വരുന്നത്, അത്രയും വരുന്നില്ല കേട്ടോ മറ്റേതിന്. അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കുർത്തിയിലൊക്കെ ഡിസൈൻ ചെയ്തെടുക്കൂലേ, ടക്ക് ഇട്ടിട്ട് ഡിസൈൻ ചെയ്തെടുക്കും. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഒരു ഫൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടക്ക് ഇട്ട് എടുക്കാം. അങ്ങനെ എടുക്കാനായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ട്വിൻ നീഡിൽ ആവശ്യമുണ്ട് കേട്ടോ. 2 നീഡിൽ വരുന്ന ഒറ്റ നീഡിലുമ്പോൾ 2 നീഡിൽ വരുന്ന ഒരു നീഡിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടാവണം, എന്നാലേ നമുക്ക് ടക്ക് ഇട്ടിട്ട് എടുക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് അഡ്ജസ്റ്റബിൾ ടേപ്പ് ബൈൻഡർ ഫൂട്ടാണ്. അപ്പോൾ ഇതൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഈ ഒരു ഫൂട്ടൊക്കെ ഇതിൽ കുറേ നമുക്ക് എക്സ്ട്രാ വാങ്ങിക്കുമ്പോൾ ഒരുപാട് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് എടുത്തിട്ടുള്ളത് ബ്ലൈൻഡ് സ്റ്റിച്ച് ഫൂട്ടാണ് ഇതിൻ്റെ പേര് വന്നിട്ടുള്ളത്. ഇതും ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. സെറ്റായിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കുറേ ഫൂട്ടുകൾ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഡാണിങ് ഫൂട്ടാണ്. നമുക്ക് എംബ്രോയ്ഡറി ഡിസൈനൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫൂട്ടാണ്. അപ്പോൾ നമ്മളിത് ആ ഒരു ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഇതുകൊണ്ട് ചെയ്യുന്നത്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പക്ഷെ ഞാനിതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. ഡിസൈൻ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ഫൂട്ടാണ്. ഇത് നമുക്ക് 2 വരുന്നുണ്ട് കേട്ടോ. 2 ടൈപ്പിൽ ഇത് വരുന്നുണ്ട്. ഒന്ന് മെറ്റലിലാണ് വരുന്നത്, ഒന്ന് പ്ലാസ്റ്റിക്കിലുമാണ് വരുന്നത്. ഇത് രണ്ടും നമ്മൾ ഡാണിങ് ഫൂട്ട് തന്നെ കേട്ടോ ഇതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ട്യൂട്ടോറിയൽ വീഡിയോസായിട്ട് എടുക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് കിൻഡ് ഫൂട്ടാണ്. ഇതൊക്കെ എന്ത് ഫൂട്ടാണെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. ഞാനിത് യൂസ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ ഒരു സെറ്റിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ തന്നെയും ഞാനിതൊന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഓരോന്നും ഇതുപോലെ വാങ്ങിക്കുന്നതിലും എത്രയോ ബെറ്ററാണ് ഇതുപോലെ സെറ്റായിട്ട് വാങ്ങിക്കുമ്പോൾ. നമുക്ക് നല്ല വർത്താണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ സെറ്റായിട്ട് വാങ്ങിയിട്ട് കുറേയൊക്കെ ഞാൻ ട്യൂട്ടോറിയൽ വീഡിയോസായിട്ട് ലോങ് വീഡിയോസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കുറേ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഓരോന്നും നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനി നമുക്കിത് എടുത്ത് വെക്കാനും ഈസിയാണ് കേട്ടോ. ഇങ്ങനെ ഒരു ബോക്സ് ഉള്ളത് കൊണ്ട് തന്നെ ഓരോ ഗ്യാപ്പ് നോക്കിയിട്ട് ഓരോ ഫൂട്ടിൻ്റെ ഷേപ്പ് നോക്കിയിട്ട് നമുക്ക് അങ്ങനെ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ വന്നിട്ടുള്ള ആ ഒരു ബോക്സ് ഉണ്ടല്ലോ, അതിൽ ഓരോ ഫൂട്ടുകളും നെയിമുകളും കൊടുത്തിട്ടുണ്ട്. വെക്കേണ്ട രീതിയും അതിനനുസരിച്ച് കറക്റ്റായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് വെക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ ഉൾപ്പെടാത്ത കുറേ വേറെയും ഫൂട്ടുകൾ ഇന്ന് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പല ഫൂട്ടുകളും അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ അതൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മുടെ മെഷീനിന് ആപ്റ്റായിട്ടുള്ളതാണോ നോക്കിയിട്ട് വാങ്ങുക. എല്ലാം ഇതുപോലെ ഫിക്സ് ചെയ്താണ്ട് ചെയ്യാൻ പറ്റുന്നതാവില്ല. ചിലത് നമ്മൾ സ്ക്രൂ അയച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ വാങ്ങിക്കുന്ന സമയത്ത് നമ്മുടെ മെഷീൻ്റെ പേരും മോഡൽ നമ്പറൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വാങ്ങിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് മെഷീനിന് ആപ്റ്റ് ആവാഞ്ഞാൽ പിന്നെ അതുകൊണ്ട് നമുക്ക് ഉപകാരപ്പെടില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഓരോന്നും വാങ്ങിക്കുന്നതിലും എത്രയോ ബെറ്ററാണ് ഇതുപോലെ കിറ്റായിട്ട് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇതിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമായിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്. ഓരോന്നിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ട്യൂട്ടോറിയൽസ് ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഫൂട്ടാണ് കേട്ടോ ഇത്. സീക്വൻസ് ബീഡ്സ് ഫൂട്ടാണ്. ഇത് നമുക്ക് എത്ര എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള മെറ്റീരിയലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. മറ്റേ നമ്മൾ ബീഡ്സൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഈ ആ ഒരു ഭാഗം വളരെ തിന്നായതുകൊണ്ട് തന്നെ നമുക്ക് അതുപോലുള്ള ഡ്രസ്സസൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് സൂചി പൊട്ടിപ്പോവാതെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.